ഹലോ ഫ്രണ്ട്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് എക്സാം ഒക്കെ അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിസിക്സിലെ ഓരോ ചാപ്റ്ററിലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ബോർഡ് എക്സാമിലൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്ന് നമ്മൾ ഫിസിക്സിലെ തേർഡ് ചാപ്റ്ററായ മോഷൻ ഇൻ വൺ ഡയമെൻഷനിലെ ചില പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മൾ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് അവ ഓരോന്നിലേക്കും കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പൊസിഷൻ ടൈം എക്സ് ടി ഗ്രാഫ് ഓഫ് എ ബോഡി ഈസ് ഗിവൺ. അപ്പോൾ നമുക്കൊരു പൊസിഷൻ ടൈം ഗ്രാഫ് വന്നിട്ടുണ്ട്. അതിനെ ആസ്പദമാക്കിയുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. എസ്റ്റിമേറ്റ് ദ വെലോസിറ്റി ഡ്യൂറിംഗ് ദ ടൈം ഇൻ്റർവെൽ ടി ഈസ് ഈക്വൽ ടു 2 seconds to 3 seconds. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ഷോ ദാറ്റ് ഇറ്റ്സ് ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം. ഇത് 2015 മാർച്ചിൽ വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സബ്സെക്ഷനിലേക്ക് കിടക്കാം. അപ്പം ടി ഈസ് ഈക്വൽ ടു 2 seconds, അതായത് ഇവിടം തൊട്ട് 2 seconds തൊട്ട് 3 seconds വരെയുള്ള വെലോസിറ്റിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്കിപ്പം പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പാണ് വെലോസിറ്റി. പൊസിഷൻ ടൈം ഗ്രാഫിൻ്റെ ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി എന്ന് പറയുന്നത്. അപ്പം ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയുള്ള ഇവിടെയുള്ള വെലോസിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമ്മൾ എങ്ങനെയാണ് സ്ലോപ്പ് കണ്ടുപിടിക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം. ആദ്യം 2 പോയിന്റ് എടുക്കുക. ഓക്കെ, നമ്മൾ പോയിന്റ് എടുത്തു. എന്നിട്ട് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തെന്ന് വെച്ചാൽ എക്സ് കോർഡിനേറ്റ് എഴുതുക, അതായത് 3, വൈ കോർഡിനേറ്റ് 10. അല്ല, ഇവിടുത്തെ എക്സ് കോർഡിനേറ്റ് 2 ആണേ, 2, 10. ഇപ്പം ഈ പോയിന്റ് നമുക്ക് എ എന്ന് ഇടാം, ഈ പോയിന്റ് നമുക്ക് ബി എന്ന് നെയിം ചെയ്യാം. ഇപ്പം ബി എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 3ഉം വൈ കോർഡിനേറ്റ് 30 ആണ്. അപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് നേരിട്ട് ആൻസറിലേക്ക് കിടക്കാം. ആൻസർ ടി ഈസ് ഈക്വൽ ടു 2 seconds തൊട്ട് ടി ഈസ് ഈക്വൽ ടു 3 seconds വരെയാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സ്ലോപ്പിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. നമുക്ക് സ്റ്റെപ്പ് എഴുതാം. ആദ്യം ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ദ സ്ലോപ്പ് ഓഫ് എക്സ് ടി ഗ്രാഫ് ഈസ് ഈക്വൽ ടു വെലോസിറ്റി. ദാറ്റ് ഇംപ്ലൈസ് ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു വി. നമുക്ക് ഇത്രയും കിട്ടി. ഇനി നമുക്ക് ആ വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി എങ്ങനെ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ സ്ലോപ്പ് കെ ഈസ് ഈക്വൽ ടു, നമുക്ക് അതിൻ്റെ ഇക്വേഷൻ അറിയാം, y2 മൈനസ് y1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇവിടെ y2 എത്രയാ? 30, y1 എത്രയാ? 10, x2 എത്രയാ? 3, x1 എത്രയാ? 2. അപ്പോൾ നമുക്ക് അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇംപ്ലൈസ് വി ആണല്ലോ സ്ലോപ്പ്. അപ്പം വി ഈസ് ഈക്വൽ ടു y2 എത്രയാണ്? 30 മൈനസ് y1 എത്രയാണ്? 10 ഡിവൈഡഡ് ബൈ x2 എത്രയാണ്? 3 മൈനസ് x1 എത്രയാണ്? 2. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും വി ഈസ് ഈക്വൽ ടു 20/1, ദാറ്റ് ഈസ് ഈക്വൽ ടു 20 m/s. അപ്പം ഇതാണ് ഫസ്റ്റ് സബ്സെക്ഷൻ്റെ ഉത്തരം, 20 m/s. നമുക്ക് സെക്കൻഡ് സബ്സെക്ഷനിലേക്ക് കിടക്കാം. പി, ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. അപ്പം നമുക്കിങ്ങനെ എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കാം, എക്സ് പ്രൊപ്പോർഷണൽ ടു ടി ക്യൂബ്. ഇനി നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റണമല്ലോ. അപ്പോൾ ഒരു കോൺസ്റ്റൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്യണം. ഏത് കോൺസ്റ്റൻ്റ് ആയാലും കുഴപ്പമില്ല. അപ്പം എക്സ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ടി ക്യൂബ്. അപ്പം ഈ കോൺസ്റ്റൻറ്റും വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമ്മൾ കെയിനെ 1 ആയിട്ട് എടുക്കുക. ലെറ്റ് കെ ഈക്വൽ ടു 1. ദാറ്റ് ഇംപ്ലൈസ് ഈ കെ 1 ആണെങ്കിൽ എക്സ് ഈക്വൽ ടു ടി ക്യൂബ് എന്ന് കിട്ടും. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി. ഇനി നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കാം. ഇതിൻ്റെ ആക്സിലറേഷൻ ഈസ് ഇൻക്രീസിങ് വിത്ത് ടൈം എന്നാണ് നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് വെലോസിറ്റി എന്നറിയാം, ഡി എക്സ് ബൈ ഡി ടി ആണ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഡെറിവേറ്റീവ് എടുക്കണം. നമുക്ക് ഡെറിവേറ്റീവ് എടുക്കാം. ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ടി ക്യൂബ്. നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. അതായത് ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എക്സ് ക്യൂബ്. അപ്പം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എത്രയാണ്? 3x². അപ്പം ഡി എക്സ് ബൈ ഡി ടിയുടെ ഡെറിവേറ്റീവ്, ഡി എക്സ് ബൈ ഡി ടി വെലോസിറ്റിയാണ്. വി ഈസ് ഈക്വൽ ടു 3x².
അപ്പോൾ നമുക്കിങ്ങനെ കിട്ടി, വെലോസിറ്റി 3x² കിട്ടി. ഇപ്പോൾ ആക്സിലറേഷൻ്റെ കാര്യമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആക്സിലറേഷൻ എന്നാ, വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് ആണ് ആക്സിലറേഷൻ. അതായത് d/dt ഓഫ് v ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ. അപ്പം dv/dt നമുക്ക് ഈ രണ്ട് സൈഡിൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കണം. അപ്പോൾ dv/dt ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു d/dt ഓഫ് x². അപ്പോൾ d/dt ഓഫ് x² എത്രയാണ്, 2x. അപ്പം dv/dt ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു x² ഡെറിവേറ്റീവ് എത്രയാണ്, 2x. അപ്പം a ഈസ് ഈക്വൽ ടു 2x, അല്ല 6x, 3 ഇൻറ്റു 2 ഉണ്ടല്ലോ, 6x. നമ്മൾ ചോദിച്ചേക്കുന്നത് ഈ ആക്സിലറേഷൻ ഇൻക്രീസ് ചെയ്യുമെന്ന്. അഫ്കോഴ്സ് നമുക്ക് പറയാൻ പറ്റും ഇൻക്രീസ് ചെയ്യുമെന്ന്. അപ്പം a ഈസ് ഈക്വൽ ടു ഈ 6 നമ്മളൊരു കോൺസ്റ്റൻറ്റ്, ഈ 6 ഒരു കോൺസ്റ്റൻ്റ് ആണ്. കോൺസ്റ്റൻറ്റിനെ മാറ്റിയാൽ നമുക്ക് a പ്രൊപ്പോർഷണൽ ടു x എന്ന് കിട്ടും. അതായത് എയും എക്സും ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ ആക്സിലറേഷൻ കൂടുന്നതിനനുസരിച്ച് എക്സും കൂടും. അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ കാർ ട്രാവൽസ് ഫ്രം A to B at 60 km/h and returns to A at 90 km/h. What is its average speed and average velocity? അപ്പം ഇത് എ എന്ന് പറഞ്ഞ പോയിന്റ്, ഇത് ബി എന്ന് പറഞ്ഞ പോയിന്റ്. എ തൊട്ട് ബി വരെ ഈ കാർ 60 km/h ആണ് പോകുന്നത്, തിരിച്ച് 90 km/h ആണ് വരുന്നത്. ആദ്യം നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാം, ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. അപ്പം വി ആവറേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്, അതായത് 2v1v2 ഡിവൈഡ് ബൈ v1 പ്ലസ് v2 ആണ് ആവറേജ് സ്പീഡിൻ്റെ ഇക്വേഷൻ. ഇങ്ങനെ രണ്ട് സ്പീഡ് വരുമ്പോൾ അപ്പോൾ നമുക്ക് വി ആവറേജ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു v1 എത്രയാ 60 km/h ഇൻറ്റു v2 എത്രയാണ് 90 ഡിവൈഡ് ബൈ 60 പ്ലസ് 90. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും 2 ഇൻറ്റു 9 5400 ഡിവൈഡ് ബൈ 150. ഇതും കട്ട് ചെയ്യും. വി ആവറേജ് ഈസ് ഈക്വൽ ടു 1080 ഡിവൈഡ് ബൈ 15. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും ഈസ് ഈക്വൽ ടു 72 km/h. അപ്പം ഇതാണ് ആവറേജ് സ്പീഡ്. ഓക്കെ, ഇതാണ് ആവറേജ് സ്പീഡ്. നമുക്ക് സെക്കൻഡ് ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാം. വി ആവറേജ് വെലോസിറ്റി. നമുക്കറിയാം ഒരു ഒബ്ജക്റ്റ് ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലോട്ട് പോയി ഒറിജിനൽ പോയിന്റിലോട്ട് തിരിച്ചു വരുമ്പം അതൊരു റെവല്യൂഷൻ പോലെയാണ്. ഒരു റെവല്യൂഷൻ എന്താ സംഭവിക്കുന്നത്, ഒരു ഒബ്ജക്റ്റ് കറങ്ങി അതിരുന്ന സ്ഥലത്ത് തന്നെ വരുന്നു. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണ്, 0. അപ്പം ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം. അപ്പം ഈ ഒബ്ജക്റ്റ്, ഈ കാറ് എ തൊട്ട് ബി വരെ പോയിട്ട് തിരിച്ച് എയിലോട്ട് തന്നെ വന്നു. അപ്പോൾ ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് 0യാണ്. അപ്പം എസ് 0യാണ്. അപ്പോൾ എസ് 0 ആണെങ്കിൽ ആവറേജ് വെലോസിറ്റി 0 ആയിരിക്കുമല്ലോ. അപ്പം ആവറേജ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു 0. ആവറേജ് സ്പീഡ് 72 km/h ആണ്. ആവറേജ് വെലോസിറ്റി 0യാണ്. ആവറേജ് സ്പീഡിൽ നമ്മൾ ഡിസ്റ്റൻസ് പരിഗണിക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ അങ്ങോട്ടും പോയതും ഇങ്ങോട്ട് പോയതും കൂട്ടും. പക്ഷേ ആവറേജ് വെലോസിറ്റിക്കകത്ത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആയിട്ട് ആവറേജ് വെലോസിറ്റി 0 ആയി പോകും. അപ്പോൾ നമുക്ക് തേർഡ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ കാർ കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് ഓഫ് 40 km/h ആൻഡ് സെക്കൻഡ് ഹാഫ് ഓഫ് ദ അറ്റ് 60 km/h. കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ഓഫ് ദ കാർ. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് വി ആവറേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ വി ആവറേജിൻ്റെ ഫോമിൽ നമുക്ക് എഴുതാം ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അപ്പം ഇതാണ് വി ആവറേജിൻ്റെ ഫോർമുല. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്ന് പറയുമ്പം ഈ രണ്ട് ഹാഫും ഈക്വൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ എ ബി എന്ന് പറഞ്ഞ ഹാഫിനെ എസ് എന്ന് എടുത്തു, നമ്മൾ ബി സിയും എസ് തന്നെ ആയിരിക്കും, കാരണം ഹാഫ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ രണ്ടും ഈക്വൽ ആയിരിക്കും. അപ്പം എ സി, അതായത് ഈ ഫുൾ ഡിസ്റ്റൻസിന് എത്രയായിരിക്കും വരുന്നത്, എസ് പ്ലസ് എസ്, അതായത് 2s ആയിരിക്കും വരുന്നത് ഡിവൈഡ് ബൈ ടോട്ടൽ ടൈം. അപ്പം നമ്മൾ ഇവിടുത്തെ എ തൊട്ട് ബി വരെ പോകാൻ എടുക്കുന്ന വെലോസിറ്റി വി എ ബി എന്ന് എടുക്കുക. ബി തൊട്ട് സി വരെ പോകാൻ എടുക്കുന്ന വെലോസിറ്റി വി ബി സി എന്ന് എടുക്കുക. അപ്പം വി എ ബി നമുക്ക് തന്നിട്ടുണ്ട് 40 km/h. എസ് എ ബി നമുക്ക് കണ്ടുപിടിക്കാം. അതായത് എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ്, അതായത് എസ്, ഒരു എസ് നമ്മൾ ചുമ്മാ എടുത്തായിരുന്നു എസ് ആയിട്ട്. ഇപ്പം നമുക്ക് ടി എ ബി കണ്ടുപിടിക്കാം. ടൈമിൻ്റെ ഇക്വേഷൻ എത്രയാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ വെലോസിറ്റി ആണ് ടൈമിൻ്റെ ഇക്വേഷൻ. അപ്പം
എ തൊട്ട് ബി വരെ പോയപ്പം ആ കാർ എടുത്ത ടൈമിന് നമ്മൾ ടി എ ബി എന്ന് കൊടുത്തു. അപ്പം ടി എ ബി ഈസ് ഈക്വൽ ടു എസ് എ ബി ബൈ വി എ ബി. അപ്പം ടി എ ബി ഈസ് ഈക്വൽ ടു എസ് എ ബി ബൈ വി എ ബി, അതായത് എസ് ബൈ 40 സെക്കൻഡ്സ്. അപ്പം ഇങ്ങനെ എടുത്തു. ടി എ ബി ഈസ് ഈക്വൽ ടു എസ് എ ബി ബൈ വി എ ബി, അതായത് എസ് ബൈ 40 സെക്കൻഡ്. അപ്പം നമുക്ക് ടോട്ടൽ ടൈമിൽ ടി എ ബി എ തൊട്ട് ബി വരെ പോയപ്പോൾ ഉള്ള ടൈം കിട്ടി. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ബി തൊട്ട് സി വരെ പോയപ്പോഴാണ്. അപ്പം വി ബി സി ഈക്വൽ ടു 60 km/h. എസ് ബി സി ഈക്വൽ ടു എസ് എത്രയാണ്? ബി തൊട്ട് സി വരെ പോയപ്പോൾ സെക്കൻഡ് ഹാഫ് ആണ്, അതുകൊണ്ട് എസ് തന്നെയാണ്. എസ് എന്ന് പറഞ്ഞ വേരിയബിൾ തന്നെയാണ് അവിടെയും ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ എസ്. അപ്പോൾ ടി എ ബി ഈക്വൽ ടു നമ്മൾ എസ് ബി സി ബൈ വി ബി സി എടുക്കണം. അപ്പം എസ് ബൈ 60. നമ്മൾ എഴുതിയല്ലോ വി ആവറേജ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് 2s ബൈ ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ ടി ബി സി ആണ്. ടോട്ടൽ ടൈം എന്ന് വെച്ചാൽ ടി എ ബി പ്ലസ് ടി ബി സി ആണ്. ടി എ ബി പ്ലസ് ടി ബി സി ആണ് ടോട്ടൽ ടൈം. അപ്പോൾ നമ്മൾ ടോട്ടൽ ടൈം എസ് ബൈ 40 പ്ലസ് എസ് ബൈ 60, ഇതാണ് നമ്മുടെ ടോട്ടൽ ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2s ബൈ, നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 100s ബൈ 24 2400. അപ്പം നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. വി ആവറേജ് ഈസ് ഈക്വൽ ടു, ഇത് മണ്ടയിലോട്ട് കൊണ്ടുവരിക. മണ്ടയിലോട്ട് കൊണ്ടുവരുമ്പോൾ റെസിപ്രോക്കൽ മൾട്ടിപ്ലിക്കേഷൻ ആണ്. 2s ഇൻറ്റു 2400 ഡിവൈഡ് ബൈ 100s. ഈ 100ൻ്റെ 0, ഈ 2400ൻ്റെ 0 വെട്ടിക്കളയാം. ഈ എസ്സും ഈ എസ്സും വെട്ടിക്കളയാം. അപ്പോൾ വി ആവറേജ് ഈസ് ഈക്വൽ ടു 2 × 24, ഇത് 48 km/h. ഇങ്ങനെ കിട്ടും. അപ്പം 48 km/h ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം. അപ്പോൾ നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എ ബലൂൺ ഈസ് അസെൻഡിങ് അറ്റ് എ റേറ്റ് ഓഫ് 14 m/s and at a height of 98 meter above the ground. A stone is dropped from it. First question, after how much time does the stone reach the ground? Second question, determine the velocity with which the stone strikes the ground. നമുക്കൊരു ബലൂൺ വരയ്ക്കാം. എന്ത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമുക്ക് ഒരു ആർട്ടിസ്റ്റിക് ഇംപ്രഷൻ വരയ്ക്കണം. അപ്പോൾ ഇതാണ് ബലൂണ്. അപ്പം ഈ ബലൂൺ മണ്ടയിലോട്ട് 14 m/s സ്പീഡിലാണ് അസെൻഡ് ചെയ്യുന്നത്. ഇത് ഗ്രൗണ്ടാന്ന് വെച്ചോ. അപ്പം 98 മീറ്റർ, ഗ്രൗണ്ടിൻ്റെ താഴ്ന്ന് 98 മീറ്റർ മണ്ടയിലാണ് ഈ ബലൂൺ സ്ഥിതി ചെയ്യുന്നത്. ഈ ബലൂണിൻ്റെ താഴോട്ട് ഒരു സ്റ്റോൺ ഇട്ടു. ഈ ബലൂണിൽ നിന്നൊരു സ്റ്റോൺ താഴെ ഇട്ടു. ഹോട്ട് എയർ ബലൂൺ ആയിരിക്കും, അതിനകത്ത് നിന്ന് ഒരാളൊരു സ്റ്റോൺ താഴെ ഇട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷൻ ചോദിച്ചേക്കുന്നത് എത്ര സമയം എടുത്തിട്ടാണ് ഈ സ്റ്റോൺ താഴോട്ട് വരുന്നത്. അപ്പം ടൈം കണ്ടുപിടിക്കണം. ഡിറ്റർമൈൻ ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സ്റ്റോൺ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. ഫൈനൽ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഇനീഷ്യൽ വെലോസിറ്റി നമുക്ക് കണ്ടിട്ടുണ്ട് 40 m/s. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിനകത്ത് തന്നേക്കുന്ന ഡേറ്റ എല്ലാം എടുത്ത് എഴുതാം. ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാണെന്ന് വെച്ചാൽ 98 മീറ്റർ ആണ്. പക്ഷേ 98 മീറ്റർ നമുക്ക് എഴുതാൻ പറ്റില്ല, കാരണം സ്റ്റോൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസാണ് നമുക്ക് എഴുതേണ്ടത്. അപ്പം സ്റ്റോൺ ഡിസ്പ്ലേസ് ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഇതൊരു കോർഡിനേറ്റ് ആക്സിസ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പം ഇത് പോസിറ്റീവ് എക്സ്, ഇത് നെഗറ്റീവ് എക്സ്. അപ്പം സ്റ്റോണ് പോസിറ്റീവ് എക്സിൽ നിന്ന് നെഗറ്റീവ് എക്സിലോട്ടാണ് എറിയുന്നത്. അപ്പം ഈ സ്റ്റോൺ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. അതായത് പോസിറ്റീവ് എക്സിലുള്ള ബലൂണിൽ നിന്നാണ് നെഗറ്റീവിലോട്ട്, അതായത് താഴോട്ട് നെഗറ്റീവ് ഡയറക്ഷനാണല്ലോ. അപ്പം നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് ഈ സ്റ്റോൺ എറിയുന്നത്. ഈ സ്റ്റോൺ ഇടുന്നത് നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ്. അപ്പം ഇതിന് ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ എസ് ഈക്വൽ ടു -98 മീറ്റർ. വെറും 98 മീറ്റർ അല്ല, -98 മീറ്റർ. പിന്നെ നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി, അതായത് യു തന്നിട്ടുണ്ട്, അതായത് 14 m/s. അപ്പം നമുക്ക് യുവും എസ്സും തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട വേറൊരു അത്യാവശ്യ ക്വാണ്ടിറ്റിയാണ് ജി. ജി എത്രയാണ്? സാധാരണ 9.8 m/s² ആണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഈ ബലൂണിൽ ഈ ഹൈറ്റ് 98 മീറ്റർ മണ്ടേ നിൽക്കുമ്പോൾ ഈ ബലൂണിൽ ആക്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയാണ് നമുക്ക് വേണ്ടത്. അപ്പം അത് തന്നെ നമ്മുടെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എർത്തിനെ ടുവേർഡ്സ് അല്ലേ ഒരു ബോഡീനെ പുള്ളി ചെയ്യുന്നത്. എർത്തിലോട്ടാണ്, അതായത് ഈ നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആക്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ബലൂൺ എങ്ങോട്ടാണ് പോകുന്നത്? അപ്വേർഡ് ഡയറക്ഷനിലാണ് ബലൂൺ പോകുന്നത്. ഈ ആക്സിലറേഷൻ, അത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് എതിരായിട്ടാണ് ബലൂൺ പോകുന്നത്. അപ്പം അതുകൊണ്ട് ഗ്രാവിറ്റേഷണൽ ജി എന്ന് പറഞ്ഞ കോൺസ്റ്റൻറ്റിൽ
ഈ ബലൂണിൻ്റെ കേസിൽ നെഗറ്റീവ് ഇതായിരിക്കും ജി. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ സാധാരണ എല്ലാ ഒബ്ജക്ട്സിനെയും താഴോട്ടാണ് ഗ്രാവിറ്റി പിടിച്ച് വലിക്കുന്നത്. പക്ഷേ ഈ ബലൂണിൻ്റെ കേസിൽ മാത്രം ബലൂൺ മണ്ടയിലോട്ട് അപ്വേർഡ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. അത് കാരണം ഈ ജി ഇവിടെ -9.8 m/s² ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ട്, S = ut - ½ gt². ut + ½ at² എന്ന് എഴുതാം. ut - ½ gt². ഈ കേസിൽ ഇങ്ങനെ എഴുതാം. ദാറ്റ് ഇംപ്ലൈസ് എസ് എന്ന് വെച്ചാൽ എത്രയാണ്? -98 = ut. നമ്മുടെ യു എത്രയാണ്? 14t - ½ × 9.8 t². അപ്പം നമുക്കിങ്ങനെ കിട്ടും 4.9 t² - 14t - 98 = 0. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. അപ്പം ഇത് നമുക്ക് -b ± (b² - 4ac/2 × a) അങ്ങനെയോ ഈ സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഇങ്ങനെയോ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് t = 6.123 സെക്കൻഡ് എന്ന് കിട്ടും. അപ്പം ഈ സ്റ്റോൺ താഴോട്ട് വീഴാൻ എടുക്കുന്ന സമയം 6.123 സെക്കൻഡാണ്. ഇനി നമുക്ക് സെക്കൻഡ് പാർട്ടിലേക്ക് കിടക്കാം. സെക്കൻഡ് പാർട്ട് എന്താണെന്ന് വെച്ചാൽ ഡിറ്റർമൈൻ ദ വെലോസിറ്റി വിത്ത് വിച്ച് ദ സ്റ്റോൺ സ്ട്രൈക്സ് ദ ഗ്രൗണ്ട്. അതായത് ഈ വി എത്രയാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇത്ര തന്നിട്ടുണ്ട്. S -9.8 മീറ്റർ, u = 40 m/s. നമ്മുടെ ജി എന്ന് വെച്ചാൽ -9.8 m/s². അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് നമുക്ക് വി കണ്ടുപിടിക്കണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, v² = u² + 2as. v² നമുക്ക് തന്നിട്ടില്ല, അതുകൊണ്ട് v² തന്നെ എഴുതാം. u² 14² + 2 × a എത്രയാണ്? -9.8 × -98. അപ്പോൾ നമുക്കിങ്ങനെ കിട്ടും v² = 14² 196 + 2 × ഇത് നമുക്ക് 2 × -9.8 × -2 × -9.8 × -98. അത് 960. അതെ, 960.4 എന്ന് കിട്ടും. ഈ മൈനസും വെട്ടി പ്ലസ് ആവും. അപ്പോൾ 2 × 960.4. അപ്പോൾ v² = 196 + 2 × 960.4 എന്ന് വെച്ചാൽ 1920.8 ആണ്. 1920.8 ആണ് 2 × 960.4ൻ്റെ റിസൾട്ട്. അപ്പം v² ഇത് രണ്ടിനും നമ്മൾ ആഡ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ കിട്ടും 2116.8 എന്ന് കിട്ടും. 2116.8 എന്ന് കിട്ടും. അപ്പോൾ വി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് എടുക്കുക. v = √2116.8. ദാറ്റ് = ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും 45.99 m/s. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ വെലോസിറ്റി. ഈ സ്റ്റോൺ താഴോട്ട് സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റിയാണിത്.